ഹായ് ഗായ്സ്, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ആശ്വാസം പകരുന്ന ഒരു വിധി അല്ലെങ്കിൽ തീരുമാനമാണ് ഇന്ന് വൈകിട്ട് ചേർന്ന ഉന്നതതല വിദ്യാഭ്യാസ സമിതി എടുത്തിരിക്കുന്നത്. ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജുമായി ബന്ധപ്പെട്ട് ഒരു പുനഃപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പുനഃപരീക്ഷ എന്ന് പറഞ്ഞാൽ റീടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ഓൾറെഡി എഴുതിയ എക്സാംസിൻ്റെ മാർക്ക് അതുപോലെ തന്നെ പരിഗണിക്കുകയും ഇനി മുന്നോട്ടുള്ള എക്സാംസ് അവർ നിശ്ചയിച്ച അതേ സമയത്ത് അതേ ദിവസത്ത് നടക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാംസ് വീണ്ടും എഴുതേണ്ടതില്ല, ആ എക്സാംസ് ക്യാൻസൽ ആവുന്നില്ല, ആ മാർക്കുകൾ പരിഗണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുട്ടികളെ സംബന്ധിച്ചോളം വളരെ ആശ്വാസം പകരുന്ന വിധിയാണ്. കാരണം ഡിഫിക്കൽട്ടായിട്ടുള്ള പല സബ്ജക്ട്സ്, മാത്സ് പോലുള്ള സബ്ജക്ട്സ് ഒക്കെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല ചടങ്ങ് തന്നെയാണ്. കാരണം ഈ എക്സാംസ് ഇനിയിപ്പോൾ വെക്കേഷന് മുമ്പ് നടത്താൻ സമയമില്ലാത്തതുകൊണ്ട് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ പുനഃപരീക്ഷ അങ്ങനെയായിരുന്നു പ്ലാൻ. അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ കൃത്യമായി പറയുന്നുണ്ട്, പുനഃപരീക്ഷ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ലീക്കേജ് സംഭവിച്ചില്ല എന്ന് ആരും ധരിക്കേണ്ട. അവിടെ ലീക്കേജ് സംഭവിച്ചു എന്ന് തന്നെയാണ് മന്ത്രി എന്ത് ചെയ്ത് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യാനും കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ എക്സാം പാറ്റേൺ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, 2 അന്വേഷണങ്ങൾ പാരലലി പോവും. ഒന്ന് പോലീസിന്റെ അന്വേഷണം ആസ് യൂഷ്വൽ മുന്നോട്ട് പോകും, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ് ഒന്നും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, ഒരു ഇന്റേണൽ സമിതി, നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു സമിതി ഉണ്ടാക്കുന്നു. അവർ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ, എങ്ങനെയൊക്കെയാണ് ഈ ലീക്കേജ് സംഭവിക്കാൻ ചാൻസ്, മറ്റു കാര്യങ്ങളൊക്കെ ഇവരും കൂടി അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് 1 മാസത്തിനകം, ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, 1 മാസത്തിനകം ചെയ്യും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആ റിപ്പോർട്ടിൽ എന്തുണ്ടാവും, നമ്മളുടെ ഇപ്പോഴത്തെ എക്സാം പാറ്റേണിലുള്ള ചേഞ്ചസ്, പല ചേഞ്ചസും മിക്കവാറും നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം പല മാറ്റങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഫോർ ദിറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യാൻ പോകുന്ന, ഇനി മുന്നോട്ടുള്ള എക്സാംസിന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കൂടുതൽ സെക്യൂരിറ്റി ഒരുക്കിയിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് പല സ്ഥലങ്ങളിലും പല കോണിൽ നിന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രമുഖമായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത്, പബ്ലിക് എക്സാം അല്ലാത്ത ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാംസ് ഒക്കെ ജില്ലാ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു റീജിയണൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്തല്ല, കേരളം മൊത്തം ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ആവുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ലീക്കേജ് എന്നുള്ള സാധനത്തിന് ഒരു പ്രസക്തി ഇല്ലാതായി മാറും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു സജഷനാണ്. അപ്പോൾ റിപ്പോർട്ടിലൊക്കെ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ പബ്ലിക് എക്സാം ഒക്കെ നടത്തുന്ന പോലെ കുറച്ചും കൂടി ചെലവേറിയ മെത്തേഡാണ്. കൃത്യമായിട്ട് പോലീസ് പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് എക്സാമിൻ്റെ അന്ന് രാവിലെ CCTVയുടെയും എല്ലാവരുടെയും പ്രസൻസിലൊക്കെ കൃത്യമായിട്ട് അങ്ങനെ നടത്തുന്ന ഒരു പരിപാടിയൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് സ്വീകരിക്കുക എന്നുള്ള അതിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കാണാം. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ 4ാമത്തെ പോയിന്റ് കണ്ടിട്ടുണ്ടാവും, റെഡ് നിറത്തിലുണ്ട്. പല ന്യൂസ് റിപ്പോർട്ടുകളിലും വാട്സപ്പ് മെസ്സേജ് ആയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ലൈവുകളൊക്കെ നിർത്തണം അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിർത്തണം എന്നുള്ള രീതിയിലുള്ള പല മെസ്സേജസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പല കുട്ടികൾ ആ രീതിയിലുള്ള മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. സാറേ, നിങ്ങൾ ലൈവുകൾ നിർത്തരുത്, ഒരു കാരണവശാൽ നിർത്തരുത്, ഞങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ ചാനൽസാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കേസിൽ പ്രത്യേകിച്ച് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെ വ്യാജ വാർത്തകളാണ്. അവരുടെ പേരിൽ, മന്ത്രിയുടെ പേരിലൊക്കെ വ്യാജ വാർത്തകളൊക്കെ പലരും പടച്ചു വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നവരെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. ആസ് യൂഷ്വൽ എഡ്യൂപോർട്ടിൻ്റെ ലൈവുകൾ മുന്നോട്ട് പോകും. എക്സാമുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് ആസ് യൂഷ്വൽ മുന്നോട്ട് പോകും. എഡ്യൂപോർട്ടിൻ്റെ ലൈവുകൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഞാൻ പറയുകയാണേ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വ്യാജ വാർത്തകൾ നിങ്ങൾ വിശ്വസിച്ച് വഞ്ചിതരാവരുത്. മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ന്യൂസിലെ റിപ്പോർട്ട്സ് മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് അറിയുക. അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഫോർവേഡ് ഓഡിയോ കാര്യങ്ങൾ നിങ്ങൾ അത്ര ചെയ്യരുത്, വിലക്കെടുക്കരുത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടി നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ഒരുപാട് സൊല്യൂഷൻസും അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി വരിക. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരും ഇതെല്ലാം കാണും. അപ്പോൾ അവർക്കൊക്കെ ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിൽ കുറച്ചും കൂടി നിങ്ങളെ സൈഡിൽ നിന്നും കൂടിയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വരും. അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങൾ.